മാങ്ങഞ്ചി അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാങ്ങഞ്ചി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്. കുറച്ച് പുളിങ്ങ കുരു കളഞ്ഞത്, ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, അരമുറി തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്. മാങ്ങഞ്ചി എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മളിവിടെ മാങ്ങഞ്ചി അച്ചാറിഞ്ചി എന്നൊക്കെയാണ് പറയുക. ഇതാണ് മാങ്ങഞ്ചി. ഇതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് അച്ചാറിടാനും ഉപയോഗിക്കാൻ പറ്റും, ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാനും പറ്റും. മാങ്ങഞ്ചി പറഞ്ഞാൽ അതിന് മാങ്ങയുടെ ഒരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാം എന്ന് നോക്കാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് ചേർത്തെടുക്കുകയാണ്, പുളി, ചെറുള്ളി മുളകൊക്കെ നല്ലോണം ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വേപ്പിൻ്റെ ഇല ഇട്ടെടുക്കുക, കറിവേപ്പില, അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഒന്ന് വാടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഉള്ളി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ നമ്മൾ വാട്ടി വെച്ച മുളകും പുളിയും ഉള്ളിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങഞ്ചി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമ്മുടെ ചമ്മന്തി അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കഞ്ഞിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി ചമ്മന്തിയാണ് മാങ്ങഞ്ചി ചമ്മന്തി. അപ്പോൾ മാങ്ങഞ്ചി വീട്ടിലുള്ളവരൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം, ഇൻഷാ അല്ലാഹ്.